ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമായ മറൈൻ വേൾഡ് പബ്ലിക് അക്വേറിയത്തിലോട്ടാണ് നമ്മുടെ യാത്ര. സിസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനിക് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിന്റെ നടത്തിപ്പുകാർ. തൃശൂർ, ചാവക്കാട്, എടക്കഴിയൂർ, പഞ്ചവടി കടൽ തീരത്തിന് അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും UK നിന്നുമുള്ള 42ഓളം പ്രവാസികളുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം തുടങ്ങിയത്. 2007 തുടങ്ങിയ ഈ പ്രോജക്റ്റിന്റെ പണി പൂർത്തിയായത് 2021 ജനുവരിയിലാണ്. 14 വർഷം കൊണ്ടാണ് കേരളത്തിൽ 4 ഏക്കർ സ്ഥലത്ത് ഈ പ്രോജക്റ്റ് ചെയ്തത്. 120-ലേറെ അക്വേറിയങ്ങളിലൂടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്ക്യൂബ ഡൈവിംഗ്, ടണൽ അക്വേറിയം, ഫിഷ് സ്പാ, റെയിൻ ഫോറസ്റ്റ്, ഫിഷ് തെറാപ്പി, ഫിഷ് ഫീഡിംഗ്, കുട്ടികൾക്കായി പാർക്ക് എന്നിവയെല്ലാം ഇവിടെ കാണാം. 100 രൂപയാണ് കാർ പാർക്കിംഗ് ഫീ. ഇത് അക്വേറിയം ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചാൽ ആ തുക കുറച്ച് കിട്ടും. നമ്മൾ ആ സമയം ഇത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ഈ കാര്യം മറക്കാതെ ഓർമ്മിച്ച് വെച്ചേക്കുക. പാർക്ക് ചെയ്യാൻ വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട് ഇവിടെ. മുന്നിലുള്ള ഗേറ്റ് വഴിയല്ല പ്രവേശനം, ഇടതുവശത്തുള്ള ഒരു വഴിയിലൂടെയാണ് പോകേണ്ടത്. അകത്ത് കയറുന്നതിന് മുമ്പ് ആഹാരം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. കരിമ്പ് ജ്യൂസ് തുടങ്ങിയവയും കിട്ടും. അക്വേറിയത്തിന് അകത്തായിട്ടും റെസ്റ്റോറന്റ് ഉണ്ട്. ഇവിടെയാണ് പ്രവേശന കവാടം. അക്വേറിയത്തിനുള്ള ടിക്കറ്റ് ഇവിടെയല്ല എടുക്കേണ്ടത്, അകത്ത് കയറിയ ശേഷമുള്ള ടിക്കറ്റ് കൗണ്ടറിലാണ്. ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ റെസ്റ്റോറന്റ്, ചിൽഡ്രൻസ് പാർക്ക് എന്നിവ നമുക്ക് കാണാം. ചിൽഡ്രൻസ് പാർക്കിനൊക്കെ പ്രത്യേകം ഫീ ആണ്. ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്ന വഴി പ്രയർ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. ബമ്പർ കാർസ്, ബേഡ്സ് പാർക്ക് എന്നിവയൊക്കെ പോകുന്ന വഴി കാണാൻ കഴിയും. വലതുവശത്തായി ടിക്കറ്റ് കൗണ്ടർ, ഇടതുവശത്തായി ടോയ്ലറ്റിലോട്ട് പോകുന്ന വഴി കാണാം. പത്ത് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 400 രൂപയും 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 350 രൂപയും 95 സെന്റിമീറ്ററിന് മുകളിലുള്ള കുട്ടികൾക്ക് 250 രൂപയുമായിരുന്നു ടിക്കറ്റ് നിരക്കുകൾ. തിയേറ്ററിനുള്ളിലെ പോലെ ഇരുട്ട് നിറഞ്ഞ മുറിയിലോട്ടാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ഇടാൻ അനുവാദമില്ല. അത് നോക്കാനും സ്റ്റാഫ് അവിടെയായി ഉണ്ട്. ഇരുട്ടായത് കൊണ്ട് തന്നെ വീഡിയോയുടെ വെളിച്ചത്തിനും പരിമിതികളുണ്ട്. എങ്കിലും കഴിയുന്ന അത്ര എടുത്തിട്ടുണ്ട്. ഇവിടെ മീനുകളെക്കാൾ ഉപരി അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന സംഭരണികളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുക. ക്യാഷ് കൂടുതലല്ലേ എന്ന് പരിതപിക്കുന്നവർ ഇതിന് പിന്നിലുള്ള അധ്വാനവും സമയവും ധനവിനിയോഗവും ദയവായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നേ പറയാനുള്ളൂ. ഇതൊരു കാറാണ്. സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ ആദ്യം കാണുന്നത്. കണ്ണാടിയിലൂടെ നമുക്ക് മീനുകളെ കാണാം. ഇത് കാറിന്റെ പുറകുവശമാണ്. ഇതാണ് അതിന്റെ മുൻവശം. നേരിട്ട് കാണാൻ കൂടുതൽ മനോഹരമാണ്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ അക്വേറിയം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ കാഴ്ചകളെ പ്രണയിച്ചു തുടങ്ങാൻ ആണ് സാധ്യത. ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യം വന്നു കയറിയ മുറിയിലെ കാഴ്ചകളാണ്. അക്വേറിയം മുഴുവനും ഇരുട്ടുള്ള മുറിയിലാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വെളിച്ചമുള്ള മുറികൾ പിന്നാലെ വരുന്നുണ്ട്.
ഇവിടെ ഈ പടികൾ കയറിയും മുകളിലെത്തിയാൽ കണ്ണാടിയിലൂടെ മീനുകളെ കാണാം. ചെരുപ്പ് താഴെ ഊരി വെച്ചിട്ട് മാത്രമേ ഇതിന് മുകളിൽ കയറാൻ അനുവാദമുള്ളൂ. ഫിഷ് സ്പാ, ഫിഷ് തെറാപ്പി നടക്കുന്ന സ്ഥലത്തോട്ടാണ് അടുത്ത നമ്മുടെ യാത്ര. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിന്നും വെളിച്ചമുള്ള മുറികളിലോട്ട്. സ്റ്റേ ട്യൂൺ.